ഹായ് ഹലോ, ഇന്ന് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അർജുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ 19-ാം തീയതി. അപ്പോൾ അവന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് മൂത്ത രണ്ടാളും ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. എപ്പോഴും പറയും എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനായിട്ട്. അപ്പോൾ ഇക്ക പറയും അവന് കുറേ ടോയ്സുകളുണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രാവശ്യമൊന്നും വാങ്ങണ്ട എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ അവർക്ക് അർവാക്കും നാഫിൽക്കും സർപ്രൈസായിട്ട് പിന്നെ ഇക്ക പറഞ്ഞൊരു വണ്ടി വാങ്ങിച്ചു കൊടുക്കുക വെച്ചിട്ട് ഞങ്ങൾ ചേലക്കരയുള്ള കിഡ്സ് വേക്ക് പോയതാണ് കേട്ടോ. നമ്മളറിയണ കട തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരെ കണ്ടതും അവന് ഈ വണ്ടിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ കുറേ കുതിരൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ അവൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഈ വണ്ടി തന്നെ എടുത്തു. നാഫിൽ സ്കൂളിലും പിന്നെ അർവാദ ക്യാമ്പസിലായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങാൻ നേരത്ത് രണ്ട് വണ്ടിയും കൂടി അവന് കയ്യിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ മീൻ വാങ്ങാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീനൊക്കെ വാങ്ങി പിന്നെ അർജുന് ലേസ് വേണം പറഞ്ഞിട്ട് ലേസും വാങ്ങി കേട്ടോ. അവിടുന്ന് തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലേസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പിന്നെ വീടെത്തിയതും പുതിയ വണ്ടി അർജുന് വേഗം തന്നെ കാണിച്ചു കൊടുക്കാമെന്നില്ല കേട്ടോ. ഈ ട്രെയിൻ കൊണ്ട് കളിപ്പിക്കുകയാണ് ചെയ്തത്. പുതിയ വണ്ടി പിന്നെ അർവിൻ നാഫിലും കാണാതെ ഞാൻ വീടിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അർവാനെ വിളിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു 6 മണി ആയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇറങ്ങിട്ടോ. 6 മണിയുള്ളത് ഒരു 6:30 ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താ പറയുക, അർജുനെ പിന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് കേട്ടോ എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അവൻ്റെ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അവന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഉറങ്ങിയത്. പിന്നെ നമ്മൾ ചെറുതുരുത്തി എത്തിയപ്പോൾ ഗേറ്റിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അങ്ങനെ കുറച്ചാണ്ട് നീങ്ങിയിട്ട് പെട്രോളൊക്കെ അടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നേരത്തെ പോയോണ്ട് തന്നെ കുറേ ഹോട്ടലുകളൊക്കെ അടവുണ്ടായിരുന്നു, തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഹോട്ടലൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങാൻ നിന്നില്ല, അത്രയും നേരം കളയണ്ട വിചാരിച്ചിട്ട്. അത്രയും പെട്ടെന്ന് തന്നെ അർവാനെ നമ്മുടെ കൂടെ കൊണ്ടുവരാമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഇറങ്ങാൻ നിന്നില്ല കേട്ടോ. പിന്നെ അർവാൻ്റെ ക്യാമ്പസിലേക്ക് എത്തണതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു കേട്ടോ. കണ്ടില്ലേ, സ്കൂട്ടിയൊക്കെ അത് മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു സൈഡിൽ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ നമ്മളിതാ ക്യാമ്പസിലെത്തി കേട്ടോ. ഒരു 9 മണിയോട് കൂടിയിട്ട് തന്നെ ക്യാമ്പസിലെത്തി. നമ്മളവിടെ എത്തിയതും അർവ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവളവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ അനൗൺസ് ചെയ്യേണ്ടതൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെ നേരെ പോയിട്ട് ഔട്ട് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ ഔട്ട് പാസ്സൊക്കെ എടുക്കണ നേരത അർജുൻ പാടത അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാനിത് ഔട്ട് പാസ്സൊക്കെ വാങ്ങി. പിന്നെ വരുമ്പോൾ അവിടെ ഒരു ബുക്കിൽ എഴുതിയ ഒപ്പൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അർവ ചെയ്യണം, അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. നേരെ അർജു ഇവിടെ പത്രമൊക്കെ വായിക്കണേ. രാവിലെ തന്നെ ആള് പത്രം വായനയിലാണ്. അങ്ങനെ പിന്നെ അർവാൻ്റെ കൂടെ ഞാൻ ക്യാമ്പസിൽ കയറി.
പിന്നെ കുറേ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും വീഡിയോസ് എടുത്തില്ല. നേരെ പോയിട്ട് അർവാൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്തു. ഇതാണ് കേട്ടോ അവരുടെ ജിമ്മ്. അതൊക്കെ അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ, തുറന്നിട്ടില്ല. അവിടെ നിന്ന് കുറച്ചാണ്ട് പോയതാ. അവിടെ തൊട്ടടുത്ത് തന്നെ പൂളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ബാത്റൂമുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പൂളിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഇതാ മുറ്റത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവരുടെ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടാ. പിന്നെ മക്കൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ നേരെ അർവാൻ്റെ ക്ലാസ് റൂമിൽ തന്നെ പോയിട്ടോ. അർവാൻ്റെ ക്ലാസ് റൂമിൻ്റെ നേരെ മുമ്പിലാട്ടോ സ്റ്റോറ്. അപ്പോൾ അത് കുറച്ചൊന്നും ഇങ്ങനെ അതുപോലെ എടുത്തു. അതൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് അർവാൻ്റെ ക്ലാസ്സിൽ കയറിയിട്ട് അവളുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അവൾ വീഡിയോ ഒന്നും എടുക്കണ്ട പറയുന്നുണ്ട്. എന്നാലും ഞാൻ അവളെ ക്ലാസ് റൂം എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുകയാണേ. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടെ ദാ ഇക്കും നാഫിലും അർജുൻ പാട് ഊനാലാടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഉള്ള സാധനങ്ങളൊക്കെ കാറിലേക്ക് കയറ്റി. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ ഇവിടുത്തെ മെസ്സിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവരുടെ മെസ്സ്. നല്ല വിശാലമായിട്ടുള്ള മെസ്സാണ് കേട്ടോ. കുറേ കുട്ടികൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അന്നത്തെ ഫുഡ് അവരുടെ പത്തിരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളും വാങ്ങി പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ അതാ അർവ ചായയൊക്കെ നമുക്ക് ഒഴിച്ചു തരുന്നുണ്ട്. അവൾ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾ ഇരുന്നില്ല കേട്ടോ. പിന്നെ അതായി മെസ്സിൻ്റെ നേരെ മുമ്പിലായിട്ട് തന്നെ കഫേ ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ നിന്ന് വാങ്ങി കഴിക്കാം. അങ്ങനെ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അർജു താത്താനെ കിട്ടിയപ്പോൾ പിന്നെ താത്താൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നില്ല, അവളുടെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നേരെ അവൻ്റെ ഡ്രസ്സ് വണ്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവനിതാ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ച് ആൾ ഉഷാറായിട്ടോ. അങ്ങനെ പിന്നെ അർവാക്ക് പിന്നെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ ക്യാമ്പസിലത്തെ. ഇപ്രാവശ്യം 1 മാസം അടുപ്പിച്ച് നിന്നുകൊണ്ട് തന്നെ കുറേ അധികം വിശേഷങ്ങളുണ്ട്. അതൊക്കെ വണ്ടിയിലിരുന്ന് പറയണം കേട്ടോ. പിന്നെ അവിടെ ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് കേട്ടോ ഈ ഒരു ക്യാമ്പസിൽ. പിന്നെ കുറച്ചാണ്ട് നീങ്ങിയപ്പോഴത്തേനും അർജു ഉറങ്ങി കേട്ടോ. പിന്നെ അർജുൻ്റെ ഉറക്കമൊന്നും കളയണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഉച്ചക്കൾക്ക് ഭക്ഷണം പാർസൽ വാങ്ങുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ ഇക്കും നാഫിലും പാടെ പോയിട്ട് വാങ്ങി. പിന്നെ വീട്ടിലെത്തിയതും അർജുന് പ്രിങ്കിൾസും മിഠായിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തപ്പോൾ ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ അർജു.
അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് വാക്കുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അർവാക്ക് കാണിച്ചു കൊടുക്കുമല്ലോ. അർവദാ അർജുന് അത് വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് സൗണ്ടില്ല. പീകോക്ക്. പീകോക്ക് എന്താണ്? എന്താണ് അടിച്ചത്? പീകോക്ക്. Good boy. Bird. എന്താണ് അടിച്ചത്? എന്താണിത്? Bird. ഒരു മുട്ട. അങ്ങനെ അർവ വന്ന പിറ്റേ ദിവസം തന്നെ അർജുൻ്റെ ബർത്ത്ഡേ നമ്മൾ ചെറിയ രീതിയിലൊന്ന് കളറാക്കാമെന്ന് വിചാരിച്ചിട്ടു. വലിയ രീതിയിൽ വലിയ ആർഭാടായിട്ടൊന്നും കഴിക്കാതെ നമ്മൾ മാത്രമായിട്ട് ചെറിയ രീതിയിലൊന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാമെന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ ഡെക്കറേഷൻ്റെ പരിപാടി ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കേക്കൊക്കെ നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്യാണ് ചെയ്തത്. ഇതിന് ഞാൻ എന്താ ജംഗിൾ തീമാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ 2000 രൂപയ്ക്കാണ് കേട്ടോ ഒരു കേക്കിന്. അപ്പോൾ ഞാൻ കരുതി എന്തിനാ വെറുതെ നമുക്ക് ഉണ്ടാക്കിക്കൂടെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോൾ കേക്കാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പലതരം സ്പഞ്ചുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം പാടെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് 2 കേക്കായിട്ട് ഞാൻ ഉണ്ടാക്കി കേട്ടോ. ആദ്യം ജംഗിൾ തീമിൽ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തത്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുരങ്ങന്മാരെയും അങ്ങനെ പൂച്ചകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു തീം തന്നെ അവന് ഉണ്ടാക്കിയിട്ട് അവനെ സന്തോഷിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ജംഗിൾ തീം തന്നെ എടുത്തത്. അങ്ങനെ അത് ആ കേക്കൊക്കെ ഒരുവിധം സെറ്റാക്കിയിട്ട് നമ്മൾ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കേക്കിൽ അർവാക്ക് ഫ്ലവർ വരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിതാ ഫ്ലവറൊക്കെ വരച്ച് സെറ്റാക്കുന്നുണ്ട്.
അങ്ങനെ കുറേ സമയമൊക്കെ എടുത്തിട്ട് ഇതാ അർവിൻ നാഫിലും ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബർത്ത്ഡേ ബോയിനെ നമ്മൾ ഒരുക്കി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട ആൾ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാനൊക്കെ കുറേ ശ്രമിച്ച്. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മൾ 4 ആളും പാടെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു വിട്ടു കേട്ടോ. സൂപ്പറായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ അർവിൻ നാഫിലും ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടോ. അവർക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റുള്ള കാര്യം അറിയേണ്ടായിരുന്നില്ല. പിന്നെ അവർ 2 ആളായാലും അവർക്ക് ആവശ്യമുള്ളത് അവരൊന്നും പറയില്ല കേട്ടോ. എന്നാൽ അർജുന് വാങ്ങി കൊടുക്കണതാണ് അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ടെക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് തീരുമാനിച്ചത് തന്നെ. പിന്നെ 60 ഇക്കാക്ക് ഉമ്മക്ക് കൊടുക്കുന്നുണ്ട് സന്തോഷമായിട്ട്. പിന്നെ അർജുന് പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊന്നും കിട്ടിയില്ല കേട്ടോ. വണ്ടി കിട്ടിയപ്പോൾ പിന്നെ മൊത്തം വണ്ടിമേലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.